എല്ലാവർക്കും നമസ്കാരം. ഹോം മെയ്ഡ് ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് മദറിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. എന്നാൽ നമുക്കത് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ നന്നാവുക. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുരുവൊന്നും കളയണ്ട. ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം. നന്നായി ചെറുതാക്കി കട്ട് ചെയ്താൽ മാത്രമാണ് നന്നായിട്ട് അലിഞ്ഞ് കറക്റ്റ് ആവുള്ളൂ. അപ്പം നമുക്കിത് തൊലിയൊന്നും കളയാതെ ചെറുതാക്കി കട്ടാക്കാം. അങ്ങനെ നമ്മൾ 2 ആപ്പിൾ ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ ആഡ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ അലുമിനിയം പാത്രം ഇതിന് എടുക്കരുത്. ഒന്നുകിൽ ചില്ലിൻ്റെ അല്ലെങ്കിൽ ഭരണി വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഈസ്റ്റൊക്കെ ഒഴിച്ച് കറക്റ്റ് ആക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ആപ്പിളും നമ്മൾ ഈ ചില്ല് കുപ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 സ്പൂണ് ഈസ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. അതായത് ഈസ്റ്റ് നന്നായി പൊങ്ങാൻ സഹായിക്കാനാണ് ഈ പഞ്ചസാര ആഡ് ചെയ്യണത്. അതിനുശേഷം അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ആവശ്യാനുസരണം ഒഴിച്ച് 1 സെക്കൻഡ് അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ 1 സെക്കൻഡ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് പൊങ്ങി വരും. അപ്പോൾ ഈസ്റ്റ് പൊങ്ങി കറക്റ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ആപ്പിൾ ഇട്ട് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം. തിളപ്പിച്ചാറിയ വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അത് കുറച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഇത് ഓട്ടോമാറ്റിക് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആപ്പിൾ പുറത്ത് പോവും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് പാത്രം എടുത്താലും അതിൻ്റെ 1/4 ഭാഗമാണ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കേണ്ടത്. അതിനുശേഷം ഒരു മരത്തിൻ്റെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ ഇത് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആപ്പിൾ ഓൾറെഡി പൊങ്ങി നിൽക്കേണ്ട അടിയിൽ മാത്രമാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇത്രയും വെള്ളം കാണുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അത്ര ഭാഗം നമ്മൾ മുകളിൽ ഗ്യാപ്പ് ഇട്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ പുറത്തേക്ക് പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കുറച്ച് ഭാഗം ഒഴിച്ചിടണം. അപ്പോൾ ആ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആപ്പിൾ കൊള്ളണ തരത്തിലുള്ള പാത്രം എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 41 ദിവസത്തിന് ശേഷം എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒരിക്കലും അടയ്ക്കാനായിട്ട് പാടില്ല. വേറെ എന്തെങ്കിലും തുണികളോ തോർത്തോ അല്ലെങ്കിൽ സോക്സ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം. ഒരിക്കലും ഇതിൻ്റെ മൂടി വെച്ച് കറക്റ്റ് ചെയ്തിട്ട് അടയ്ക്കാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ഒന്നരാടം ഇതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് ഇത് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 41 ദിവസത്തിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പിൾ മേലെ പൊങ്ങി നിൽക്കുന്നു, വെള്ളം മാത്രമാണ് അടിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഈ വിനീഗർ മുകളിൽ തെളിഞ്ഞ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് പുറത്തേക്ക്. ആപ്പിളൊക്കെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അടിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. 21 ദിവസം കഴിഞ്ഞാലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ 41 ദിവസമൊക്കെ ആകുമ്പോൾ അത്രയും നന്നായിട്ട് വിനീഗർ കറക്റ്റായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വെച്ചത്. അപ്പോൾ നിങ്ങൾക്കിതിൽ കണ്ടാലറിയാം വിനീഗർ തെളിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. മേലെ അടിഭാഗത്ത് ആപ്പിൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അരിച്ച് തെളി മാത്രം എടുത്ത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കേണ്ടതാണ്. ഇതിങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് കിട്ടും. കടയിൽ നിന്ന് വാങ്ങിക്കണം നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ 2 ആപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ ആപ്പിൾ സൈഡർ വിനീഗർ വേണ്ടവർക്ക് അതിനനുസരിച്ച് ആപ്പിൾ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഈസ്റ്റിൻ്റെ സ്വല്പം അളവ് കൂട്ടിയാൽ മാത്രം മതി. വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാനിത് അരിച്ചൊഴിക്കുകയാണ്. 41 ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആപ്പിളൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇത് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്കതിൻ്റെ തെളി ഒന്ന് കാണാം. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് മദർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.